കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തൊക്കെയുണ്ട്? സെറ്റിനെ കുറിച്ച് എല്ലാവരും പഠിച്ചോ? പാർട്ട് 1 വീഡിയോസ് കാണുക, തിയറി പോർഷനാണ്. ശേഷം നമ്മൾ എക്സസൈസ് 1.1 ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. മാത്രമല്ല നിങ്ങൾ പാർട്ട് 1 സെറ്റ് തിയറി പോർഷൻ പഠിച്ചതിന് ശേഷം ഈ എക്സസൈസിൽ തനിയെ ചെയ്ത് നോക്കുക. സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എക്സസൈസ് തനിയെ ചെയ്ത് നോക്കുക. ഉത്തരം കിട്ടിയില്ല അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോസ് കാണുക. വീഡിയോസ് കാണുന്നതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ തനിയെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതലും മനസ്സിലാവുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഇന്ന് എക്സസൈസ് 1.2 നോക്കാം. ഓക്കെ, എക്സസൈസ് 1-ലെ ഫസ്റ്റ് ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് നൾ സെറ്റ്? നൾ സെറ്റിന് എക്സാമ്പിൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അങ്ങനെ ആദ്യത്തെ പിരിവ്, ഇത് എക്സസൈസ് 1.2-ലെ ഒന്നാമത്തെ ചോദ്യം. അതിൽ സബ് സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 2 ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ 1, 3, 5, 7 ആ ഒരു ഫോമാറ്റ് ആയിരിക്കും. അത് ഡിവിസിബിൾ ബൈ 2 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഇല്ല. സോ ആൻസർ എന്തായിരിക്കും? സെറ്റിനകത്ത് ഒന്നും ഉണ്ടാവില്ല എലമെന്റ്സ്. സോ ഇറ്റ്സ് എ നൾ സെറ്റ്. രണ്ടാമത്തെ ചോദ്യം, സെറ്റ് ഓഫ് ഈവൻ പ്രൈം നമ്പേഴ്സ്. ഈവൻ പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2, 3, 5 2-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മാത്രമേ ഉള്ളൂ പ്രൈം നമ്പേഴ്സിൽ ഈവൻ ആയിട്ടുള്ള നമ്പർ. വേറെ ഇത് പ്രൈം നമ്പേഴ്സ് നമ്മൾ സീരീസ് കണ്ടുപിടിച്ചാലും അതിനകത്ത് ഈവൻ നമ്പർ ഉണ്ടാവില്ല. 2 ആണ് ഏറ്റവും ലീസ്റ്റും അതുപോലെ ഒരേ ഒരു ഈവൻ പ്രൈം നമ്പറും. സോ സെറ്റിനകത്ത് നമുക്ക് ഉത്തരം 2 കിട്ടും. സോ ഇത് ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റാണ്, അതുകൊണ്ട് സിംഗിൾട്ടൺ സെറ്റ് എന്നേ പറയാൻ പറ്റൂ. സോ ദിസ് ഈസ് നോട്ട് എ നൾ സെറ്റ്. അടുത്ത ചോദ്യം, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് എക്സ് ലെസ് ദാൻ 5 ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 7. ഇവിടെ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. നാച്ചുറൽ നമ്പേഴ്സിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റിലുള്ള എക്സിന്റെ വാല്യൂസ് ആണ് നമ്മൾ സെറ്റിൽ എഴുതേണ്ടത്. പക്ഷെ ഈ ലിമിറ്റ് ഫീസിബിൾ ആണോ? ഇങ്ങനെ ഒരു ലിമിറ്റിൻ്റെ അകത്ത് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പറ്റുമോ? നോക്കാം. 5ഉം 7ഉം ആണ് ലിമിറ്റ് വെച്ചിട്ട് പറയുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? 1, 2, 3, 4. ലെസ് ദാൻ 5 പറയുന്നു. അതേസമയം എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വാല്യൂ ഏതായിരിക്കും? 8, 9, 10 എക്സെട്ര അപ് ടു നാച്ചുറൽ നമ്പേഴ്സ്. അത് അങ്ങനെ ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നു. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നാച്ചുറൽ നമ്പർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഈ ചോദ്യത്തിന്റെ ഉത്തരം നൾ സെറ്റ് ആണ്. കാരണം ഒരു എലമെന്റ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വെച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അടുത്ത ചോദ്യമാണ്, സെറ്റ് ഓഫ് ഓൾ വൈ സച്ച് ദാറ്റ് വൈ ഇസ് എ പോയിന്റ് കോമൺ ടു എനി 2 പാരലൽ ലൈൻ. പാരലൽ ലൈൻസിന്റെ കൺസെപ്റ്റ് തന്നെ എന്താണ്? അവർ മീറ്റ് ചെയ്യില്ല. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇപ്പൊ റെയിൽവേ ലൈൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് പാരലൽ ലൈൻസ് ആണ്, അത് മീറ്റ് ചെയ്യില്ല. പക്ഷെ ചില അതിന് നമ്മൾ സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി ഇന്റർക്രോസിങ്സ് ഒക്കെ ഉണ്ട്. അത് അല്ലാതെ പാരലൽ ലൈൻസ് തന്നെയാണ് റെയിൽവേ ലൈൻസ്. ആ റെയിൽവേ ലൈൻസ് എവിടെ മീറ്റ് ചെയ്യില്ല. സോ അവിടെ നമുക്കൊരു പാരലൽ ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു കോമൺ പോയിന്റ് ഉണ്ടാകുമോ? ഇല്ല. പാരലൽ ലൈൻസ് ഡസൻറ്റ് മീറ്റ് എനിവെയർ എന്നാണ് പറയുന്നത്. സോ കോമൺ പോയിന്റ് നമുക്ക് എടുക്കാനില്ലാത്തത് കാരണം കോമൺ പോയിന്റിന്റെ ആ ഒരു സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. സോ ഇതും നൾ സെറ്റ് ആണ്. അപ്പൊ നൾ സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമ്പർ 1, നമ്പർ 3 ആൻഡ് നമ്പർ 4. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു.
അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെറ്റ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്? താഴെ തന്നിരിക്കുന്ന സെറ്റിൽ ഏതൊക്കെയാണ് ഫൈനൈറ്റ്, ഏതൊക്കെയാണ് ഇൻഫൈനൈറ്റ്? അപ്പം നമ്മൾ ആദ്യത്തെ ചോദ്യം നോക്കുന്നു. ദ സെറ്റ് ഓഫ് മന്ത്സ് ഓഫ് എ ഇയർ. തീർച്ചയായിട്ടും അത് ഫൈനൈറ്റ് സെറ്റാണ്. കാരണം എന്താണ്, ഒരു വർഷത്തിൽ 12 മാസമാണ് ഉള്ളത്. അത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നുണ്ട്, 12 എന്ന് പറയുന്നത്. സോ അതൊരു ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. ഒരു വർഷത്തിലെ എല്ലാ മാസങ്ങളും ഒരു സെറ്റിൽ എഴുതുവാണെങ്കിൽ ദാറ്റ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. അടുത്ത ചോദ്യം, സെറ്റിൻ്റെ അകത്ത് തന്നിരിക്കുകയാണ് 1 2 3 ഇത് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇപ്പൊ ഈ ഒരു സെറ്റിനകത്ത് ഇതിനെ ഇപ്പോൾ ലെറ്റ് എ എന്ന് പറഞ്ഞ് വിളിച്ചാൽ, എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ അകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ ഒരു ഫൈനൈറ്റ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഏത്? ഈ ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് ആയിരിക്കും. മൂന്നാമത്തെ ചോദ്യം, 1 2 3 എക്സെട്ര അപ് ടു 99 100. ഈ ഡോട്ട് കണ്ടിന്യൂസ് ഡോട്ട് ഇട്ടേക്കുന്നത് ഇത് നമ്പേഴ്സ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ്. ഇപ്പം എല്ലാ എലമെന്റ്സും ഈ ഒരു സെറ്റിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. സെറ്റ് വലുതായിപ്പോന്ന് വെച്ചാൽ അത്ര നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് 1 2 3 കഴിഞ്ഞ് കുറച്ച് കണ്ടിന്യൂസ് ഡോട്ട്സ് 1 2 3 3 4 ഡോട്ട്സ് ഇട്ടതിന് ശേഷം സെറ്റ് ക്ലോസ് ചെയ്യുന്നു, വേറെ എലമെന്റ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത്. അതായത് നാച്ചുറൽ നമ്പേഴ്സ് അപ് ടു 100 വരെയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് അതിനെ ബി എന്ന് വിളിക്കാം. അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. സോറി, ബി എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഫൈനൈറ്റ്? ഈ സെറ്റിനകത്ത് 100 എലമെന്റ്സ് ഉണ്ട് നമുക്ക് പറയാം. നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ് തന്നിരിക്കുന്നത്, 100 എലമെന്റ്സ് വരെ ഉണ്ടെന്ന് പറയാം. സോ ഇത് നമുക്ക് ഫൈനൈറ്റ് എന്ന് പറയാം. ഈ സെറ്റ് ഫൈനൈറ്റ് ആണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ദ സെറ്റ് ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഗ്രേറ്റർ ദാൻ 100 എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഇത്ര ലിമിറ്റ് എന്ന് പറയുന്നില്ല. 100 കൂടുതൽ വരും, 100 കൂടുതൽ 100 ഗ്രേറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അപ് ടു ഇൻഫിനിറ്റി വരെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാം. സോ ഇതും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല എത്ര എണ്ണം ഉള്ളതെന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്കിതിനെ ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അടുത്ത സെറ്റാണ് അടുത്ത ചോദ്യമാണ്, ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 99. ലെസ് ദാൻ 99, പ്രൈം നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2-ലാണ്. അപ്പോൾ 99 വരെ ഉള്ള പ്രൈം നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു സെറ്റിൻ്റെ അകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് ശരിക്കും എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. സോ അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുമല്ല, അതൊരു ഫൈനൈറ്റ് കൗണ്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. അപ്പോൾ അതിന് ഫൈനൈറ്റ് പറയും. അപ്പോൾ ഏതൊക്കെയാണ് ഫൈനൈറ്റ് സീരീസ് എന്ന് പറയുക? നമ്മൾ ഒന്നാമത്തെ, പിന്നെ മൂന്നാമത്തെ, പിന്നെ അഞ്ചാമത്തെ. ഓക്കെ, മനസ്സിലായോ? അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്, സ്റ്റേറ്റ് whether each of the following set is finite or infinite. അപ്പം നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. The set of lines which are parallel to x-axis. x-axis നമുക്ക് നോക്കാം. നമുക്ക് നമ്പർ സിസ്റ്റം വരച്ചു കഴിഞ്ഞാൽ x-axisഉം y-axisഉം, അതിൽ x-axisന് പാരലൽ ആയിട്ട് എത്ര ലൈൻസ് വരയ്ക്കാം? ഇഷ്ടം പോലെ ലൈൻസ് നമുക്ക് വരയ്ക്കാമല്ലോ പാരലൽ ആയിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽ ആയിട്ട് ഇഷ്ടം പോലെ ലൈൻസ് വരയ്ക്കാം. സോ ഇത് നമുക്ക് ഇൻഫൈനൈറ്റ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, ഇഷ്ടം പോലെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. അടുത്തത്, ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 26 ലെറ്റേഴ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 26 ലെറ്റേഴ്സിനെ നമുക്കൊരു സെറ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. സോ അതെന്താണ്? ഒരു ഫൈനൈറ്റ് ആണ്, ഫൈനൈറ്റ് സെറ്റിന് ഉദാഹരണമാണ്. ഓക്കെ, ഫൈനൈറ്റ്. അടുത്ത ചോദ്യം, ദ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 5. 5ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. അത് 5 10 15 20 25 30 അതങ്ങനെ എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ പോകാം. സോ അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണോ? അല്ല. അപ്പോൾ അതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണ്.
അടുത്ത ചോദ്യം, ദ സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ എർത്ത്. ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊരു ഇൻഫൈനൈറ്റ് സെറ്റ് ആണെന്ന്. പക്ഷെ ഇൻഫൈനൈറ്റ് സെറ്റ് അല്ല, ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. കാരണം എന്താണ്? സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ എർത്ത്, അതിൽ നമ്മൾ സെൻസസ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഇപ്പം മൃഗങ്ങളുടെ ആണെങ്കിലും മനുഷ്യന്മാരുടെ ആണെങ്കിലും നമുക്ക് സെൻസസ് എടുത്ത ഒരു പർട്ടിക്കുലർ കണക്ക് ഉണ്ടാവും, ഇത്ര ആൾക്കാരുണ്ട്, അതിന് വെച്ചിട്ടാണ് നമ്മൾ പോപ്പുലേഷൻ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ആനിമൽസ് ലിവിങ് ഓൺ എർത്ത് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിട്ട് വരും. ഇത്ര ആൾക്കാർ, ഇത്ര പോപ്പുലേഷൻ നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. അടുത്ത ചോദ്യം, ദ സെറ്റ് ഓഫ് സർക്കിൾസ് പാസിംഗ് ത്രൂ ഒറിജിൻ. ഒറിജിൻ്റെ അകത്ത് കൂടി പാസ് ചെയ്യുന്ന സർക്കിൾസിൻ്റെ സെറ്റ്. ഒറിജിൻ എന്ന് വെച്ചാൽ എന്താ? 0 0. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു XY ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ ഒറിജിൻ 0 0 കൺസിഡർ ചെയ്ത് വെച്ചാൽ ഈ ഒറിജിനകത്ത് കൂടെ പാസ് ചെയ്ത് പോകുന്ന സർക്കിൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ പാസ് ചെയ്യാം, ഇങ്ങനെ പാസ് ചെയ്യാം, ഇങ്ങനെ പാസ് ചെയ്യാം. ഡയമീറ്റർ കൂട്ടുന്ന വെച്ചിട്ട് ഇങ്ങനെ പാസ് ചെയ്യാം. ഇതല്ലാതെ ഇവിടുന്ന് ഇങ്ങനെ പാസ് ചെയ്യാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം. ഇഷ്ടം പോലെ സർക്കിൾസ് പാസ് ചെയ്ത് പോകാം ഒറിജിനിൽ കൂടെ. സോ അത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. മാത്രമല്ല സർക്കിൾസിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും ഈ എക്സ് ആക്സിസ് മാത്രമായിട്ടില്ല, വൈ ആക്സിസിൻ്റെ അവിടെ നമുക്ക് ഇങ്ങനെ സർക്കിൾസ് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ് വെദർ എ ഈക്വൽ ടു ബി ഓർ നോട്ട്. രണ്ട് സെറ്റ് തന്നിട്ടുണ്ടാവും, രണ്ട് സെറ്റും അനലൈസ് ചെയ്യുക, എന്നിട്ട് സെറ്റ് ഈക്വൽ ആണോ നോട്ട് ഈക്വൽ ആണോ എന്ന് പറയുക. അപ്പം ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. എ ഈക്വൽ ടു എ കോമ ബി കോമ സി കോമ ഡി. ബി എന്ന് പറയുന്ന വേറെ സെറ്റ്, അത് ഡി കോമ സി കോമ ബി കോമ എ. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ അവിടെ എല്ലാ എലമെൻസും, സെറ്റിനകത്ത് വരുന്ന എല്ലാ എലമെൻസും ലിസ്റ്റ് ചെയ്യുക. അതിൽ ഓർഡർ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എല്ലാ എലമെൻസും ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ രണ്ട് സെറ്റിനെ സംബന്ധിച്ചിടത്തോളം എ രണ്ടിടത്തുമുണ്ട്, ബി രണ്ടിടത്തുമുണ്ട്, സി രണ്ടിടത്തുമുണ്ട്, ഡി രണ്ടിടത്തുമുണ്ട്. സോ എ ഈക്വൽ ടു ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം, എ is equal to 4, 8, 12, 16 and B is equal to 8, 4, 16 and 18. ഇതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 രണ്ടിടത്തും ഉണ്ട്, 8 രണ്ടിടത്തും ഉണ്ട്, 12 ഉണ്ടോ? ഇല്ല, ഇവിടെ 18 ആണോ ഉള്ളത്. പിന്നെ ഉള്ളത് 16 ഉണ്ട്. പക്ഷേ എയിലുള്ള എല്ലാ എലമെൻസും ബിയിലുണ്ടോ? ഇല്ല. ബിയിലുള്ള എല്ലാ എലമെൻസും എയിലുണ്ടോ? ഇല്ല. സോ എ ഈക്വൽ ടു ബി ആണോ? അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തേല് മൂന്നാമത്തെ പിരിവ്. എ ഈസ് ഈക്വൽ ടു ഒരു സെറ്റ് തന്നിട്ടുണ്ട്, 2, 4, 6, 8, 10. B is equal to x is a positive even integer and x less than or equal to 10. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഇതെന്ത് ഫോമാണ്? സെറ്റ് ബിൽഡർ ഫോം. ആ സെറ്റ് ബിൽഡർ ഫോമിനെ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് എങ്ങനെ ഇരിക്കും, എന്ത് സെറ്റ് കിട്ടും എന്ന് നമുക്ക് നോക്കാം. ഇതാ നോക്കുക, എക്സ് ഇസ് എ പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഈവൻ ഇൻറ്റിജർ ആണ്, പോസിറ്റീവ് ഈവൻ ഇൻറ്റിജർ ആണ്. അതായത് 2 സ്റ്റാർട്ട് ചെയ്താൽ എവിടം വരെ പോവും? എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. അപ്പോൾ 2, 4, 6, 8, 10. ഇതാണ് നമ്മളുടെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ആ വാല്യൂ തന്നെയല്ലേ എവിടെയും എ എന്ന് പറയുന്നത്, 2, 4, 6, 8, 10. സോ ദിസ് ഈസ് എ ഈക്വൽ ടു ബി. നെക്സ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. നാലാമത്തെ ചോദ്യം, എ is equal to set of all x such that x is a multiple of 10. x എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഓഫ് 10 ആണ്. അപ്പം എന്താണ് വരിക? 10ൻ്റെ മൾട്ടിപ്പിൾസ് ആയിരിക്കും വരിക.
ഇവിടെ ബി എന്ന് പറയുന്നത് എന്താണ് സെറ്റ്? 10, 15, 20, 25, 30 ഇൻഫിനിറ്റി ആയിട്ട് പോകുന്നു. ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയും. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് 10, 20, 30 അങ്ങനെ കൺസിഡർ ചെയ്യാം. 10 to 1, 10 to 2, 10 to 3 അതൊരു സെറ്റ്, എക്സെട്രാ അപ് ടു അങ്ങനെ പോകണു. ബി എന്ന് പറഞ്ഞ സെറ്റ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ബിയും എയും തമ്മിൽ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? അല്ല. സോ സെറ്റ് രണ്ടും ഈക്വൽ അല്ല. എ നോട്ട് ഈക്വൽ ടു ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദി ഫോളോയിങ് പെയർ ഓഫ് സെറ്റ്സ് ഈക്വൽ? ഗീവ് റീസൺ. അപ്പോൾ തന്നിരിക്കുന്നത് രണ്ട് സെറ്റ് ആണ്. അതിൽ ഫസ്റ്റ് സെറ്റ് റോസ്റ്റർ ഫോമിൽ എ ഈക്വൽ ടു 2, 3 തന്നിട്ടുണ്ട്. സെക്കൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. ഇത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണിത്. എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ജനറൽ ഫോം എങ്ങനെയാണ്? എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പം ഈ ഒരു ഫോമാറ്റിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂസ് കാണുക. അതെങ്ങനെ കാണുക? നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അല്ലാതെ തന്നെ ഇതിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 എന്നതിനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം എക്സ് വേണ്ട, പി ക്യൂ എന്ന് പറഞ്ഞ രണ്ട് നമ്പർ പി ക്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. അതുപോലെ ആ രണ്ട് നമ്പർ ആഡ് ചെയ്താൽ 5 കിട്ടും. ഈ 6ഉം 5ഉം എന്താണ്? 6 എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ കോൺസ്റ്റന്റ് ടേമും 5 എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ്. ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ അകത്തുള്ള എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ടേമിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 1 ആയതുകൊണ്ട് നമ്മൾ ആക്ച്വലി ജസ്റ്റ് 5 മാത്രമേ എടുക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും എക്സിന്റെ കോഎഫിഷ്യന്റ് കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ഒരു വാല്യൂ ആയിരിക്കും എടുക്കുക. സോ ഇവിടെ 5 into 1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. സോ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് 6 എന്ന് പറയുന്നതിനെ നമുക്ക് 1 into 6 എന്ന് എഴുതാം, 6 കിട്ടും. പിന്നെ 2 into 3 എന്ന് എഴുതാം, 6 കിട്ടും. അപ്പൊ ഇതിൽ ഏത് നമ്പർ തമ്മിൽ ആഡ് ചെയ്താലാണ് കോഎഫിഷ്യന്റ് 5 കിട്ടുക നോക്കാം. കോഎഫിഷ്യന്റ് 5 മീൻസ് 5 എന്ന വാല്യൂ എങ്ങനെ കിട്ടും നോക്കാം. 1ഉം 6ഉം ആഡ് ചെയ്താൽ 7 കിട്ടും. 2ഉം 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 കിട്ടും. സോ നമ്മളുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തത് 2ഉം 3ഉം ആണ്. 2 into 3 6 കിട്ടും. 2 plus 3 5 കിട്ടും. സോ എക്സിന്റെ വാല്യൂ എന്താണോ ഫാക്ടർ കിട്ടുന്നത് ആ ഫാക്ടറിന്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അതായത് ഫാക്ടർ ഏതൊക്കെയാണ്? 2ഉം 3ഉം. അപ്പൊ ആ ഫാക്ടറിന്റെ നെഗറ്റീവ് വാല്യൂസ് -2ഉം -3ഉം ആയിരിക്കും ആക്ച്വൽ എക്സിന്റെ വാല്യൂ. സോ ആ ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറഞ്ഞാൽ -2 -3 ആണ്. സോ എയും ബിയും ഈക്വൽ ആണോ? ഒരിക്കലും അല്ല. എ നോട്ട് ഈക്വൽ ടു ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. ഫോളോയിലെ ഒരു ലെറ്റർ. നമുക്ക് സെറ്റ് എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എല്ലാ ലെറ്റേഴ്സും ഇൻവോൾവ് ചെയ്തിരിക്കണം. അപ്പം എഫ് ഒ എൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ഒ വീണ്ടും റിപ്പീറ്റ് ചെയ്തു, ഡബ്ല്യു. മറ്റൊരു സെറ്റ് എന്താ ബി തന്നിരിക്കുന്നത്? വൂൾഫ്. വൂൾഫ് എന്ന് പറയുന്ന വാക്കിലെ എല്ലാ ലെറ്റേഴ്സും എഴുതാം. അപ്പോൾ WOLF. ഇതാ നോക്കിക്കേ, എയിലും ബിയിലും സെയിം എഫ് വന്നിട്ടുണ്ട്, ഒ വന്നിട്ടുണ്ട്, എൽ വന്നിട്ടുണ്ട്, ഡബ്ല്യു വന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് ഈക്വൽ ടു എ എന്ന് പറയുന്ന സെറ്റ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന സെറ്റ്. കാരണം എന്താ? എല്ലാ എലമെന്റ്സും വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം,
From the set given below, select the equal set. ഏതൊക്കെ സെറ്റ് ഉണ്ടെന്ന് നോക്കാം. അപ്പം നമുക്കൊരു 1 2 3 4 5 6 7 8 8 സെറ്റ് തന്നിട്ടുണ്ട്. അതിലേതൊക്കെ സെറ്റാണ് തമ്മിൽ ഈക്വൽ എന്ന് നോക്കാം. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട് 2 4 8 12. നമുക്ക് വേറെ ഏതെങ്കിലും സെറ്റ് ഉണ്ടോ നോക്കാം. അതിൽ സി എന്ന് പറഞ്ഞ സെറ്റ് കൺസിഡർ ചെയ്ത് എന്താ 2 2 ഇല്ല. അപ്പോൾ 4 8 12 14. അപ്പോൾ എയും സി ഒന്നും ഈക്വൽ അല്ല. എക്ക് വേറെ ഒന്നും ഈക്വൽ ആയിട്ട് വരുന്നില്ല. അടുത്ത നമുക്ക് ബി എന്ന് പറയുന്ന സെറ്റ് 1 2 3 4. ഡി എന്ന് പറയുന്ന സെറ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡി എന്ന് പറയുന്ന സെറ്റ് ബിയും ഡിയും 1 2 3 4 ദേ 1 2 3 4 വന്നിട്ടുണ്ടല്ലോ. 1 2 3 4. അപ്പോൾ നമുക്ക് ബി ഈക്വൽ ടു ഡി എന്ന് പറയാം. അടുത്തത് ഏതാണ്? ഇ എന്ന് പറയുന്ന സെറ്റ് എടുത്താൽ -1 1 -1 1. ദേ ജി എന്ന് പറയുന്ന സെറ്റ് എടുത്താലോ 1 -1. എലമെന്റ്സ് സെറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ എലമെന്റ്സ് ഈക്വൽ ആണ്. ഓർഡർ ഒന്നും നോക്കണ്ട. സോ ഇ ഈക്വൽ ടു ജി. ഇ ഈക്വൽ ടു ജി. പിന്നെന്താണ് എഫ് 0 എ 0 എ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. സോ ഈ രണ്ട് സെറ്റ് ബി ഡിയും ഇ ജിയും തുല്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കാം. നമ്മൾ തനിയെ ചെയ്യുമ്പോഴത്തേക്ക് ഈ സെറ്റ് എന്താണെന്ന് കുറെ കൂടി മനസ്സിലാവുള്ളൂ. സെറ്റിൽ എങ്ങനെ എലമെന്റ്സ് എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഏതൊക്കെ ഫോം ഉണ്ടെന്ന് മനസ്സിലാകത്തുള്ളൂ. സെറ്റുകൾ ഈക്വൽ ആണോ ഈക്വൽ അല്ല അതാണോ ഇൻഫൈനൈറ്റ് ആണോ ഫൈനൈറ്റ് ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. നമ്മൾ തനിയെ ചെയ്യുമ്പോഴേ തനിയെ ചെയ്ത് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമ്മൾ സെറ്റിന്റെ അടുത്ത തിയറി പാർട്ട് തുടങ്ങുന്നതിന് മുന്നേ നേരത്തെ സെറ്റിന്റെ പാർട്ട് 1 അകത്തുള്ള എല്ലാ പ്രാക്ടീസ് എക്സസൈസും ചെയ്യും. എങ്കിൽ നിങ്ങൾക്ക് അത് തറ ആകത്തുള്ളൂ. ഓക്കെ.